പക്ഷെ മമ്മൂക്ക കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അത് ഞാൻ കോട്ടക്കലൊരു ഞാനും ഇവരും ഉണ്ടായിരുന്നു അന്ന്. കോട്ടക്കലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദന്ത് ഹോസ്പിറ്റലിൽ അല്ലെ ഒരു ആഡ് ചെയ്തിട്ടാണ് നിൽക്കുന്ന നേരത്ത് എന്റെ ഫോണിക്ക് ഒരു മെസ്സേജ് വരികയാണ്. ലാല ഐ ആം ബിഗ് ഫാൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് വരുന്നത് ഫസ്റ്റ്. അപ്പൊ ഞാൻ നമുക്ക് മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഒരാൾ എനിക്ക് കോൾ ചെയ്തു, ലാല ആന്റിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം, അങ്ങനെ കുറെ വരുന്നു വിചാരം പരസ്യക്കാരെ ഇങ്ങനെ കുറെ ആൾക്കാർ ചെയ്യാൻ അങ്ങനെ വരുന്നത്. അപ്പൊ അതിനെന്തായാലും ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം, ഞാൻ വൈകളാന്ന് പറഞ്ഞു. അതിൽ പിന്നെ എന്നോട് പറഞ്ഞു എടാ നമ്പർ നോക്കടാന്ന് പറഞ്ഞു. അതിൽ ഞാൻ നോക്കുമ്പോ ഒരു പരിചയമുള്ള നമ്പർ പോലെ അയാൾ വണ്ടിന്റെ നമ്പറിന്റെ ഒക്കെ ഒരു സാധനം. അതിൽ ഞാൻ ചോദിച്ചു മമ്മൂക്കയാണെന്ന് ചോദിച്ചപ്പോ ആടാ കളങ്കാവിന്റെ ഡബിങ്ങിലാണ്, ഈ എവിടെ നിക്കണ്, അവിടെ തന്നെ നിൽക്കുക, എവിടേക്കും പോലെ 5 മിനിറ്റ് കൊണ്ട് എനിക്ക് തിരിച്ചു വിളിക്കുന്നതാണ്. അവിടെ നിന്ന് ഞാൻ സ്റ്റക്കായി. ഇവ അപ്പൊ പോയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഓനും സംസാരിക്കായിരുന്നു. കുറെ സംസാരിച്ചു. ഞാൻ പേരൻപ് എന്നുള്ള സിനിമ ചെയ്ത പോലെ ഞങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കതിലൊരു ഭാര്യ ഇല്ല, എനിക്ക് ജീവിതത്തിൽ ഒരു ഭാര്യ ഉണ്ട്, അപ്പോൾ തളരരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് മൂപ്പര് മഞ്ചേരിയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വെക്കണീനെ മുന്നായിട്ട് എന്നോട് എന്റെ തല്ലുള്ളിനോടും വിവരം പറയണിട്ട് പറഞ്ഞു. അപ്പൊ തല്ലുള്ളിനോടും വിവരം പറയണിട്ട് പറഞ്ഞാൽ നമ്മളെ എല്ലാ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് കാണാൻ മനസ്സിലായി. പിന്നെ മൂപ്പര് പറഞ്ഞിട്ടോ പച്ചക്ക് പറഞ്ഞു ഇങ്ങനെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, പക്ക മലപ്പുറം സ്ലാങ്ങിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. വലിയ അച്ചീവ്മെന്റ്. അങ്ങനത്തെ നമ്മുടെ ഓഡിയൻസ് ആരാണ് നമുക്ക് മമ്മൂക്കയുടെ സ്നേഹം കിട്ടുന്നു. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി ഒരു ചായക്കടയിൽ പോയാൽ അവിടെയും ചിലപ്പോ ആ ചായ അടിക്കാൻ നിൽക്കുന്ന ചേട്ടനായാലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു അമ്മയായാലും 2 കുട്ടികളായാലും ഒക്കെ നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ സമ്പന്നനാവുക എന്ന് പറയുന്ന അവസ്ഥ, ഈ സ്നേഹം കൊണ്ട് കിട്ടിയ നേട്ടം ഉണ്ടല്ലോ, അത് ആ നേട്ടങ്ങളെ പറ്റി പൈസ കൊടുത്താൽ കിട്ടാത്തൊരു മുതലാണ് ഒരാളിപ്പോ ഞാൻ പറഞ്ഞ ഒരു എത്ര വലിയ കോടീശ്വരനായാലും ചിലപ്പോൾ അയാൾ ആരും ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കൂല. ഇതിലുള്ള ഭാഗ്യം ഇതാണ്, നമ്മൾ ഫെയിം ആകുക, ആൾക്കാർ നമ്മളെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഇല്ലേ, അതൊരു ചില്ലറ കാര്യമല്ലല്ലോ. ഒരു നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു ഏറ്റവും വലിയ ടോപ്പ് പൊസിഷനാണ് ഒരാൾ തിരിച്ചറിയാന്ന് പറഞ്ഞത്. അത് കുറെ പൈസ ഉണ്ടായിക്കാണ് തിരിച്ചറിഞ്ഞോളന്നില്ല. ചിലപ്പോ ഒരു കുറെ പൈസ ഉള്ള ഒരാള് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു അത്യാവശ്യം ഒരു പൈസക്കാരൻ്റെ അടുത്ത് വന്ന് ഞങ്ങള് ആ കാറിലെ ഇരുത്തിന്ന്. അപ്പൊ ഒരു വണ്ടി വന്ന് നിർത്തിയിട്ട് എന്റെ നാട്ടിൽ നിന്ന് എന്നെ സെൽഫിക്ക് വിളിച്ചു. ആ സെൽഫി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കാറ് കയറിയപ്പോ മൂപ്പരിനോട് പറയുന്നുണ്ട് ഇന്ന് 8 മൂടാളെ പണം എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഇന്ന ഒരു ഫോട്ടോ എടുക്കലില്ല, ഇതെനിക്ക് വെറുതെ കിട്ടിയ മുതലല്ല കേട്ടോ. അന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മിസ് ചെയ്തായിരുന്നു, ഒരിക്കലും മിസ് ചെയ്യരുത്, ചിരിച്ചു നിന്നോർത്തുണ്ട് ആർക്കും നടന്നു. അയാൾ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു സത്യം, അങ്ങനെ സംഭവം നടന്നു. ഷിക്കുന്റെ ആഗ്രഹം തന്നെ സിനിമയായിരുന്നല്ലോ. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എല്ലാ വീഡിയോ ഫോർമാറ്റുകളിലും എല്ലാ വീഡിയോ ആപ്പുകളിലും വീഡിയോ ചെയ്തിട്ടുണ്ട്. കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 5 വർഷത്തിനൊക്കെ മേലെയുള്ള ഒരു അധ്വാനം കൂടി വേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഇത്ര സമയം എടുത്തു എന്ന് തോന്നാറുണ്ടോ? കാരണം ഇപ്പൊ ഒരു റീലൊക്കെ ഹിറ്റ് ആയതിന്റെ പുറത്ത് ആളുകൾ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, പ്രധാന താരങ്ങളായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സമയം എടുക്കേണ്ടി വന്നോ, കുറെ ടൈം കൺസ്യൂം ചെയ്തോ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സിനിമയ്ക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തു. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ റീലിലൂടെയാണ് ഇന്നെ പ്രേക്ഷകര് കാണാൻ തുടങ്ങിയത്. ഈ റീലിന്റെ മുന്നേ കാണാൻ തുടങ്ങിയ മൂപ്പരാണ്. ആ ടൈമിലൊക്കെ യൂട്യൂബായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഇന്നെ കണ്ടോട് കൂടിയിട്ടാണ് ഈ വായ ഒരു പ്രൊമോഷൻ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്ത സാധനം തന്നെ ഒരു 2 മില്യൺ വ്യൂസ് കയറി ഫസ്റ്റ് ടൈം തന്നെ. അപ്പൊ 2 കോംബോ അവിടെ സക്സസ് ആയി. പിന്നെ അതിന് ശേഷമാണ് ഇതിന് മുന്നേ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിലൊക്കെ കടന്നിങ്ങനെ മരിച്ചു നോക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിട്ട് കുറെ ഓഡിഷൻസ് കാര്യങ്ങളും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ തലയെഴുത്ത് ശരിയായത് മൂപ്പരിന് ആ ഒരു കൂടെ കൂട്ടിയോട് കൂടിയിട്ടാണ് എന്റെ തലവര മാറിയത്. അതിനുശേഷമാണ് സിനിമ എന്നുള്ള ഒരു ലോകത്തേക്ക് എനിക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയത്. ഒരാളെ കൈ തരാതെ ഒരാൾക്കും അങ്ങോട്ട് എണീക്കാൻ പറ്റൂലല്ലോ ഇപ്പത്തെ കാലത്ത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ മൂപ്പര് എനിക്ക് കൈ തന്നോട് കൂടിയിട്ട് ഇന്ന് ജനങ്ങളൊട്ടാകെ ഞങ്ങളെ 2 കോയ കുഞ്ഞാപ്പു എന്നുള്ള ഒരു പേരില് ഏറ്റെടുത്തു. അതിനുശേഷമാണ് എനിക്ക് ഓപ്പൺ ചുറ്റി പെട്ടെന്ന് വന്നു തുടങ്ങിയത് സിനിമയിലൊക്കെ. അതിന് ആദ്യം തന്നെ ലാലനോടൊരു നന്ദിയും
പ്രേക്ഷകരോട് നന്ദി, ആ ദൈവത്തിനോട് ഒരു നന്ദി ഞാൻ പറയാം തുടക്കം തന്നെ. ഇത്ര നന്നായി സംസാരിക്കുന്ന ആളായിരുന്നല്ലേ, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നില്ല. അതെന്താന്നോ, അത് നമ്മളെ ജീവിത അനുഭവങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. സത്യം, അത് സിനിമയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആഗ്രഹമുള്ള 2 വ്യക്തികളാണ് ഞങ്ങൾ ഉണ്ടുള്ളൂ. അപ്പൊ തമിഴിനോടൊക്കെ ഭയങ്കര ഇഷ്ടಕ್ಕೆ തമിഴ് സിനിമയിലൊക്കെ. കാരണം തമിഴ് സംസാരിക്കാനും അറിയും, എഴുതാനും ഒക്കെ അറിയും. നല്ല തമിഴ് സിനിമയിലെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. മിമിക്രി പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് വീട്ടിൽ നിന്ന് സെറ്റാക്കിയ കുറെ സംഭവങ്ങളുണ്ട്. ഇതിനു മുന്നേ കോമഡി ഉത്സവത്തിലായിരുന്നു ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 എപ്പിസോഡ് അതില് കുതിരവട്ടം പപ്പുചേട്ടന്റെ സ്പോട്ടപ്പ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടാണ് അഭിനയത്തിലേക്ക് മൂപ്പരെന്നെ വിളിച്ചത്. അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റി. ഒക്കെ വലിയൊരു സന്തോഷമായ ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു കുഞ്ഞപ്പ കോയ എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ എല്ലാ കാര്യത്തിലേക്കും ഈ ആ പ്രൊഡക്റ്റിനെ കൊണ്ടിട്ട് വെക്കുന്നൊരു ബുദ്ധി ഉണ്ടല്ലോ. അത് നിങ്ങൾ കോഡിങ്ങിനും ഇവർ ഉപയോഗിക്കും, സൂപ്പർ മാർക്കറ്റിലെ പരിക്കച്ചവടത്തിനും നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇപ്പൊ നാളെ ഒരു സ്പേസ് സെന്ററിൽ റോക്കറ്റിന്റെ വിടണം എന്തെങ്കിലും നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഈ കോയും ഇവരും വാലിഡ് ആണെന്നുള്ളത്. ഇതെങ്ങനെ പറ്റണ, എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ 2 സുഹൃത്തുക്കളല്ല, ഒരു ഫാമിലിയാണ്. പ്രൊമോഷൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ ഒരു ഫാമിലിയുള്ള ആൾക്കാരാവുമ്പോൾ പെട്ടെന്നുണ്ട് ഈ നമ്മളെ കണ്ടന്റ് നമുക്ക് ചാടാൻ. ക്ലയന്റ് എന്താണ് ആവശ്യപ്പെടുന്നത് പോലെ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനത്തിൽ നമുക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയി തീർന്നാൽ മതി. അങ്ങനെയാണ് ഈ കൊമ്പങ്കാട് എന്നുള്ള തറവാട് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഈ കൊമ്പങ്കാട് തറവാട്ടിലാവുമ്പോൾ ഉപ്പച്ചിക്ക് ഇപ്പൊ മോൻ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടാല് അത് വാങ്ങി കൊടുക്കണമെങ്കിൽ എനിക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ പോകണം. ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യം ചെയ്യാണെന്ന് നിൽക്കുക, അതാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവനെ +2 കഴിഞ്ഞ ഒരു കുട്ടി അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി ഇവൻ ആ കോഴ്സിന് കൊണ്ടുപോയി ചേർക്കാം. അത് ചേർക്കേണ്ടത് ആരാ? ഒരു വാപ്പയാണ്. അല്ലാതെ ഒരു സുഹൃത്ത് കൊണ്ടേക്കാണ് ഒരിക്കലും കോഴ്സിൽ ചേർക്കുമല്ലോ. അപ്പോ അതാണ് ഈ മറ്റേ കൊമ്പങ്കാടില് കോയാക്കും കുഞ്ഞാപ്പും ഇത്ര കണക്ട് ആവാൻ കാരണം ഞങ്ങൾ ചെയ്യുന്നത് ഫുള്ള് പ്രൊമോഷനാണ്. അപ്പൊ ഞങ്ങക്ക് എത്രയും പെട്ടെന്നുണ്ട് ഈ ഇതിമക്ക് കയറാന്. ഇതിപ്പോ പുറത്തൊക്കെ ആളുകൾ ഇത് ഒരുപാട് പൈസയൊക്കെ വാങ്ങിച്ച് പഠിക്കുന്ന കോഴ്സാണ് ഇതൊക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗും കോണ്ടന്റ് മാർക്കറ്റിംഗും ഒക്കെ. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് സ്വായത്താക്കിയിരിക്കുകയാണ്. ഇത് എപ്പോഴെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, എല്ലാം ഞങ്ങൾ അങ്ങനെ ചെയ്യലില്ല. അത് പക്ക മനസ്സിലാക്കി അവിടെ അത് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യം നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങളുടെ ഇത് പക്ക ഒരു ഉഡായിപ്പോ ഒരു ഫ്രോഡ് പരിപാടി നിങ്ങൾ പിടിക്കുന്ന പരിപാടിയില്ല. ഇല്ല, അത് ഒഴിവാക്കും. അങ്ങനെ വരുന്നത് മൂപ്പര് ആദ്യം കണ്ട അത് അറിഞ്ഞ് ഓരോട്ട് സംസാരിച്ചതിന് ശേഷം ഇത് ഈ സാധനത്തേക്ക് എത്തുള്ളൂ. അങ്ങനെ തിരിഞ്ഞ ആൾക്കാരുണ്ടോ? ഇവര് കള്ളനാണയങ്ങളാന്ന് മനസ്സിലാക്കിയ സമയങ്ങളുണ്ടോ? അങ്ങനെയല്ല, പക്ക നമുക്ക് അറിയാലോ. പക്ക എന്തായാലും ഒരു പക്ക ഫ്രോഡ് എത്ര വലിയൊരു സ്ഥാപനം ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ചെറിയ പ്രൊഡക്റ്റുകളൊക്കെയാണ് ഉദ്ദേശിച്ച പറഞ്ഞത്. അതായത് ഈ സൈഡ് എഫക്ട് വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പേടിയാ. ഓല് ചെയ്യുന്നത് ചിലപ്പോൾ പക്ക ആവും, ഒറിജിനൽ ആവും, നല്ലതാവാം. പക്ഷെ അത് ചിലപ്പോൾ മേത്ത് തേക്കേ അല്ലെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ കോയും കുഞ്ഞാപ്പൊന്നും മാത്രം പോയാ നാട്ടുകാര് മൊത്തം കേറിട്ട് മെയ്യും. അപ്പൊ ആ പരിപാടിയിൽ ഞങ്ങൾ എന്തുണ്ട് നല്ല നോക്കിയിട്ട് മാത്രമേ ചേരുള്ളൂ എല്ലാ പ്രൊമോഷനും. ഇനിയിപ്പോ ഇതില് ഒരു സന്തോഷ വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ചെയ്ത പരസ്യങ്ങളിൽ ബിരുദം നേടി. കാരണം ഇത്ര ഒരു പഠിപ്പിച്ച് ആരും പഠിച്ചിട്ടുണ്ടാവില്ല. ഓരോ ക്യാരക്ടറുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ അവസാനം ഉണ്ടാവും കുഞ്ഞാപ്പന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുന്നത്. മലബാർ ഏരിയയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാക്കിയില്ല. ഞാൻ നോക്കുമ്പോ ഇന്റീരിയർ ഡിസൈൻ, കോഡിങ്, എന്താണ് ഡിഗ്രി മറ്റേ സപ്ലൈ ഉള്ളത് എല്ലാം അല്ലേ? ഞാനൊക്കെ അത് ഇപ്പഴറിയണം ഇങ്ങനെയൊക്കെ പറ്റുന്നല്ലേ സാധ്യതകള് പഠിക്കുന്ന ടൈമിലൊന്നും ഇത് കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളത് പരസ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതെന്ന് അറിയണത്.